കേന്ദ്ര സർക്കാർ ഡിസംബർ 29 ഇറക്കിയ ഉത്തരവനുസരിച്ച് വൈദ്യുതി വിതരണ കമ്പനികൾക്ക് മാസം തോറും നിരക്ക് പുതുക്കി നിശ്ചയിക്കാം. ഇതുവരെ റെഗുലേറ്ററി കമ്മീഷനുകളെ സമീപിച്ച് മാത്രമേ വർധന സാധിക്കുമായിരുന്നുള്ളൂ. ഇനി 20% വർധന വരെ വിതരണ കമ്പനികൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാം. ഏതുപോലെ ഇന്ധന വിതരണത്തിൽ കൊടുത്ത ആ അധികാരം പോലെ ഇനി ഓരോ മാസവും വില നിശ്ചയിക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ആവശ്യമില്ല. ഒരു മാസം 20% കൂടുതൽ വർധന വേണമെങ്കിൽ മാത്രമാണ് ഈ അനുമതി ആവശ്യമുള്ളത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന KSEBക്ക് നിരക്ക് കൂട്ടേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? നിരക്ക് കൂട്ടേണ്ട എന്ന് തീരുമാനിച്ചാൽ KSEB മറ്റൊരു KSRTC ആകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സർക്കാർ താങ്ങാൻ പറ്റാത്ത സബ്സിഡി കൊടുക്കേണ്ടിയും വരും. ഇപ്പോൾ തന്നെ കൊടിയ നഷ്ടത്തിലോടുന്ന സംവിധാനമാണ് KSEBയും. ഉൽപ്പാദന ചെലവിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുക എന്ന ഉത്തരവാദിത്തം പുതിയ നിയമം അനുസരിച്ച് KSEBക്ക് മാത്രമാണ്. ഇത്രകാലം റെഗുലേറ്ററി കമ്മീഷനെ ചാരി നിന്നെങ്കിൽ ഇനി അത് കഴിയില്ല എന്നാണ് അതിന്റെ മലയാളം. ഇനി ഇതെങ്ങനെ കേരളത്തെ ബാധിക്കും എന്ന് നോക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 92 ദശലക്ഷം യൂണിറ്റ് വരെയാണ് പ്രതിദിന ആവശ്യം. ഇതിൽ ശരാശരി 57 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറമേ നിന്ന് കൊണ്ടുവരികയാണ്. ആവശ്യത്തിന്റെ പകുതിയിലേറെ എന്ന് പറയാം. ഇതിൽ 29 ദശലക്ഷം യൂണിറ്റ് കേന്ദ്ര വിഹിതമാണ്. ബാക്കി പല പല കരാറുകളിലൂടെ വാങ്ങുന്നതാണ്. ഇപ്പോൾ വാങ്ങുന്ന 57 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കും ഇനി നൽകേണ്ടി വരിക വിപണി വിലയാകും. ഈ വിലയ്ക്ക് വാങ്ങിയാൽ സ്വാഭാവികമായും ഉപഭോക്താക്കളിൽ നിന്നും അതനുസരിച്ചുള്ള വില ഈടാക്കുക, അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് വരും. പാചകവാതക സിലിണ്ടറിന് മാസാമാസം വില കൂട്ടുന്ന അനുഭവമാണ് വൈദ്യുതിക്കും ഉണ്ടാവുക.